ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികരമായ ശീമച്ചക്ക അഥവാ കടച്ചക്ക തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങളുടെ നാട്ടിൽ ഈ ചക്കയെ ശീമച്ചക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ കടച്ചക്ക എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ബ്രെഡ് ഫ്രൂട്ട് എന്നാണ്. ഈ വർഷം കായ്ച്ച ശീമച്ചക്ക അധികവും കേടുവന്ന് കൊഴിഞ്ഞുപോയി. മഴയായതുകൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ കൊഴിഞ്ഞു പോയതെന്നറിയില്ല. കേട് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് ശീമച്ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ പുറംതൊലിയെല്ലാം ചെത്തിക്കളയാം. ഇതിൽ കറയുണ്ട്. ചക്കയുടെ ഈ പാർട്ട് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത കഷ്ണങ്ങളെ കഴുകി നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളകും 2 സവാളയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. തോരനായതുകൊണ്ട് തന്നെ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ചു കൊടുക്കാം. ഉള്ളിയും ശീമച്ചക്കയും വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 6-7 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച മസാലപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. തോരൻ്റെ കണക്കിന് ചതച്ചെടുത്താൽ മതിയാകും. ശീമച്ചക്കയും ഉള്ളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമേ ഉള്ളൂ. ഈ സമയം ശീമച്ചക്കയുടെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുത്ത് 1 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി അരപ്പും ചക്കയും എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കടുക് വറുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായി ചുമന്ന് വരണം. അത് കരിഞ്ഞു പോകരുത്. ആ സമയം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടുക് വറുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായ ശീമച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്.
ഈ രീതിയിൽ ശീമച്ചക്കത്തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായൊരു തോരനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ.